2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം പലർക്കും ഓർമ്മയുണ്ടാകും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ സമരങ്ങൾ, PSC സമരം, അതുപോലെ തന്നെ വിവിധ വിഭാഗങ്ങളുടെ സമരം, സർക്കാരിനെതിരായി കിട്ടുന്നത് എന്തും വാർത്തയാക്കുന്ന മാധ്യമങ്ങൾ, ഒന്നാം പേജിൽ സെക്രട്ടേറിയറ്റ് കത്തുന്നു തുടങ്ങി എന്തെല്ലാം വാർത്തകളാണ് ഇങ്ങനെ ഓരോ ദിവസവും നമുക്ക് മുന്നിലേക്ക് എത്തിയത്. അതിൻ്റെ എല്ലാം പ്രതിഫലനം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് പലരും പ്രതീക്ഷിച്ചു. എഴുതിയവരും പ്രതീക്ഷിച്ചു, എഴുതിയവരെ പിന്തുണച്ചവരും പ്രതീക്ഷിച്ചു. അവസാനം വോട്ടെണ്ണാൻ തുടങ്ങി. വോട്ട് എണ്ണി വന്നു കഴിഞ്ഞപ്പോൾ ഈ എഴുതിയതെല്ലാം വെള്ളത്തിൽ പോയി എന്ന് എഴുതിയവർക്ക് മനസ്സിലായി. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നു. കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ, 2016 കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ നേടി, കൂടുതൽ സീറ്റുകൾ നേടി. 99 സീറ്റ് നേടിയാണ് പിണറായി സർക്കാർ അധികാരത്തിൽ ഏറിയത്. അപ്പോഴേ ചിലരെല്ലാം മനസ്സിൽ കുറിച്ചു, ഇനി ഇവന്മാർ ചൊവ്വയെ ഭരിക്കാൻ പാടില്ല, ഒരു കാരണവശാലും പിണറായി ചൊവ്വേ ഈ നാട് ഭരിക്കാൻ പാടില്ല. അതിൽ മുന്നിൽ നിന്നത് ഇവിടുത്തെ BJP-ക്കാരും ഇവിടുത്തെ UDF-കാരും കേന്ദ്രം ഭരിക്കുന്ന BJP-യുമാണ്. കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് നമുക്കറിയാം, കിഫ്ബി വഴി ഏതെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടുവന്നത്. പെൻഷൻ കമ്പനി രൂപീകരിച്ചു. ഒരു മാസം പോലും മുടങ്ങാതെ കൃത്യമായി എല്ലാ മാസവും പെൻഷൻ കൊടുക്കാൻ കഴിഞ്ഞു. നാടിൻ്റെ വികസന കാലഘട്ടം എന്ന് പറയാവുന്ന തരത്തിൽ ഓരോ മേഖലയിലും വികസനം കൊണ്ടുവരാൻ പിണറായി സർക്കാരിന് കഴിഞ്ഞു. എങ്ങനെയാണ്? നമ്മൾക്ക് ഉള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി ചെലവഴിക്കാൻ കഴിഞ്ഞു. ചെലവഴിക്കുന്നതിലൂടെ നാടിന് വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതിൻ്റെ അംഗീകാരമാണ് രണ്ടാം പിണറായി സർക്കാർ. അപ്പോൾ ഇത് കണ്ടു നിന്ന അസൂയാലുക്കൾ UDF-ഉം BJP-യും എല്ലാം കൂടി ഈ കൊതിക്കറിവെന്ന് പഴയ ആൾക്കാർ പറയും, ഈ കൊതിക്കറിവിന് ഉള്ള ഒരു പരിഹാരം അല്ലെങ്കിൽ കൊതിക്കറിവ് തീർക്കാൻ ഇവരെന്ത് ചെയ്തു? കേന്ദ്രത്തിലെ BJP സർക്കാരിനെ കൂട്ടുപിടിച്ചു. കേന്ദ്രത്തിലെ BJP സർക്കാർ നമുക്ക് കിട്ടേണ്ടുന്ന ഓരോരോ വിഹിതങ്ങൾ, ഈ GST വന്നതിന് ശേഷം രാഹുൽ ഗാന്ധിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗബ്ബാർ സിംഗ് ടാക്സ്, മറ്റേത് കേരളവും കേന്ദ്രവും സംയുക്തമായി കിട്ടിക്കൊണ്ടിരുന്ന ഫണ്ട് ഇപ്പോൾ ഒറ്റ ഫണ്ടായി. അത് കേന്ദ്രത്തിൻ്റെ ഔദാര്യത്താൽ നമുക്ക് പിന്നീടത് തിരിച്ചു കിട്ടേണ്ടുന്ന ഒരു സാഹചര്യമാണ്. സംസ്ഥാനങ്ങളുടെ എല്ലാ അധികാരങ്ങളും ഒന്നൊന്നായി കേന്ദ്രം കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം. അങ്ങനെ നമ്മൾക്ക് കിട്ടേണ്ട വിഹിതം, നികുതി വിഹിതമായാലും മറ്റ് പല തരത്തിലുള്ള, അതായത് തൊഴിലുറപ്പ്, അതുപോലെ തന്നെ കുട്ടികളുടെ ഉച്ചക്കഞ്ഞിക്കുള്ള ഫണ്ട്, UGCയുടെ ഫണ്ട്, ഇങ്ങനെ നമുക്ക് കിട്ടേണ്ടുന്ന വിഹിതങ്ങൾ ഓരോന്നും എല്ലാം ഒരു 600, 700, 800 കോടി വെച്ചുള്ള ഒരു 4-5 ഫണ്ടുകൾ മാത്രം ഏതാണ്ട് 10,000 കോടിയോളം വരും. അങ്ങനെ നമുക്ക് കിട്ടേണ്ടുന്ന ഏതാണ്ട് 56,000 കോടി രൂപയാണ് ഈ കേന്ദ്ര സർക്കാർ പല ഘട്ടങ്ങളിലായി തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിനെതിരെയാണ് നമ്മൾ സുപ്രീം കോടതിയിൽ പോയത്. കാരണം നമ്മുടെ ഭാഗത്ത്, കേരളത്തിൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്. അന്യായം കാണിച്ചാൽ നമ്മളതിനെ ചോദ്യം ചെയ്യുമെന്ന് ധനമന്ത്രി പല പ്രാവശ്യം വ്യക്തമാക്കി കഴിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനും ആ കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു. സുപ്രീം കോടതി കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കാൻ കേരളത്തിന് കഴിഞ്ഞപ്പോൾ ഈ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ കേരളത്തോട് അന്യായം കാണിക്കുകയാണ് എന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടു. പക്ഷെ കേന്ദ്രമല്ലേ വളരെ സോഫ്റ്റായി സുപ്രീം കോടതി പറഞ്ഞു, ഇവർ പറയുന്നതിൽ കാര്യങ്ങളുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ആ കൊടുക്കാനുള്ള 13,600 കോടി രൂപ ഇവർക്ക് കൊടുത്തൂടെ എന്ന് ചോദിച്ചു. കേന്ദ്രം പറഞ്ഞു കൊടുക്കാം, വേറെ മാർഗമില്ല. കാരണം നമ്മളുടെ ഭാഗം കറക്റ്റാണ്, കേരളത്തിൻ്റെ ഭാഗം കറക്റ്റാണ്, നമ്മൾ ന്യായമായതാണ് ചോദിക്കുന്നത്, അന്യായമായ പ്രവൃത്തിയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. കേന്ദ്രം ഒരു ഓഫർ വെച്ചു, നിങ്ങൾ ഈ കേസ് പിൻവലിക്കാമെങ്കിൽ ഞങ്ങൾ പൈസ തരാം. ധനമന്ത്രി പറഞ്ഞു നടക്കില്ല, ഞങ്ങൾ ന്യായമായ കാര്യത്തിൽ, നിങ്ങളുടെ ഔദാര്യമല്ല ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾക്ക് ലഭിക്കാനുള്ള അവകാശമാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്നാണ് കേരളം പറഞ്ഞത്. സുപ്രീം കോടതിയിലും അത് തന്നെയാണ് പറഞ്ഞത്. സുപ്രീം കോടതി അത് അംഗീകരിച്ചു. അതുകൊണ്ട് ഇപ്പോൾ കേന്ദ്രം 13,600 കോടി രൂപ കേരളത്തിന് തരാൻ തയ്യാറായിരിക്കുകയാണ്. നമ്മൾക്ക് കിട്ടേണ്ടുന്ന ഓരോ വിഹിതവും നമ്മൾ മേടിക്കും. പക്ഷെ ഇത് ശരിയാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഇവർക്ക്, ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ അന്യായത്തിന് പൂർണ്ണ പിന്തുണ നൽകിയത് കേരളത്തിലെ UDF ആണ്. പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യം, കേരളത്തിൻ്റെ മിസ്മാനേജ്മെന്റ് കൊണ്ടാണ് ഈ ധനകാര്യ പ്രതിസന്ധി ഉണ്ടായത് എന്നാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന് മനസ്സിലായി കാണും, കേരളത്തിൻ്റെ മിസ്മാനേജ്മെന്റ് ആണോ അതോ കേന്ദ്രത്തിൻ്റെ പ്രതികാര നടപടിയാണോ എന്ന്. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ അകത്ത് വസ്തുത ഉണ്ടാവണം. പ്രതിപക്ഷ നേതാവ് കാര്യങ്ങൾ പഠിച്ച് പറയുന്ന ആളാണ്, പക്ഷെ കള്ളത്തരം പറയരുത്. കേരളത്തിന് കിട്ടേണ്ട വിഹിതം
നമ്മൾക്ക് അവർ തന്നില്ല, കേന്ദ്രം തന്നില്ല. അതാണ് കേരളം ചോദിച്ചത്. കേരളത്തിലെ LDF സർക്കാരിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി അന്യായമായ കാര്യങ്ങൾ പറയാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാകരുത്. ഇനിയെങ്കിലും ഈ സുപ്രീം കോടതി വിധി, ഇന്ന് ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞതുപോലെ, കേരളത്തിലെ UDFന് കിട്ടിയ അടിയാണ്, കേരളത്തിലെ UDFന്റെ മുഖത്തേറ്റ അടിയാണ്. കാരണം അത്രമാത്രം കള്ളത്തരമാണ് ഓരോ UDF നേതാവും പറഞ്ഞുകൊണ്ടിരുന്നത്, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ വക്താക്കളായി ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് സംസാരിക്കുന്ന ആൾക്കാരും. കേരളം ചോദിച്ചത് ന്യായമായ കാര്യമാണ്. അതാണ് ഇന്ന് സുപ്രീം കോടതി അംഗീകരിച്ചത്. നമ്മൾക്ക് ഇനിയും 15,000 കോടി രൂപ കിട്ടേണ്ടതുണ്ട് എന്ന് കേരളം സുപ്രീം കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട്. അതുകൂടി കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ വികസന മുന്നേറ്റത്തിലും അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമം, ഇപ്പോൾ നമുക്ക് പെൻഷൻ കൊടുക്കാൻ കുറേ ബുദ്ധിമുട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങൾക്കും പൈസയ്ക്ക് ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട്, അത് ഒഴിവാക്കാൻ കഴിയും എന്ന ഉറച്ച പ്രതീക്ഷയാണ് കേരളത്തിനുള്ളത്.